നമസ്കാരം. റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിൽ കളിച്ചിരുന്ന കാലത്ത് പെപ്പെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ചൂടൻ പെപ്പെ. പിന്നെ അദ്ദേഹം പോർച്ചുഗലിലേക്കൊക്കെ പോയ ഘട്ടത്തിൽ അത്രയധികം ആ ചൂടൻ സ്വഭാവം നമ്മൾ കണ്ടിട്ടില്ല. എങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് അത് പുറത്തു വരും. ഇന്നലെ വീണ്ടും പെപ്പയുടെ സ്വഭാവം, ആ സാധാരണ കാണാറുള്ള തനി സ്വഭാവം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് പുറത്തു വരികയും അദ്ദേഹത്തിന് റെഡ് കാർഡ് ലഭിക്കുകയും ചെയ്തു. FC പോർട്ടോ വേഴ്സസ് സ്പോർട്ടിംഗ് മത്സരം ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് സ്പോർട്ടിംഗ് വിജയിച്ചു. കളിയുടെ 51-ാമത്തെ മിനിറ്റിലാണ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നത്. റഫറി ആദ്യം യെല്ലോ കാർഡാണ് കൊടുത്തത്. പിന്നെ വാറൊക്കെ നോക്കിയത് ഓവർടേൺ ചെയ്ത് റെഡ് കാർഡാക്കി പെപ്പയെ പറഞ്ഞു വിടുകയായിരുന്നു. മത്സരം 2-0 സ്പോർട്ടിംഗ് വിജയിച്ചു. ഗ്യോക്കഡസ് 11-ാമത്തെ മിനിറ്റിലും ഗോൺസാലോസ് 60-ാമത്തെ മിനിറ്റിലും സ്പോർട്ടിങ്ങിനായിട്ട് ഗോളുകൾ കണ്ടെത്തുകയായിരുന്നു. ഏതായാലും പെപ്പയ്ക്ക് ഒരിക്കൽ കൂടി റെഡ് കാർഡ് ലഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിലെ 16th റെഡ് കാർഡാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഏറ്റവും അധികം റെഡ് കാർഡുകൾ വാങ്ങിയിട്ടുള്ളവരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ എന്തായാലും പെപ്പയും ഉൾപ്പെടും എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ കരിയറിലെ 16-ാമത്തെ റെഡ് കാർഡ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 14 ഗെയിമുകൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ റെഡ് കാർഡാണ് എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും പെപ്പെ എന്ന് പറയുന്ന താരം ഇപ്പോഴും പഴയ അതേ ആവേശത്തോടു കൂടി കളിക്കളത്തിൽ നിൽക്കുന്നു എന്നുള്ളതും നമുക്ക് കാണാതെ പോവാൻ കഴിയില്ല. പോർച്ചുഗീസ് ദേശീയ ടീമിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇപ്പോഴും സെലക്ട് ചെയ്യപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ടീമിന് പരമപ്രധാനമാണ് എന്നുള്ള കാര്യം കോച്ച് റോബർട്ടോ മാർട്ടിനസ് ഈ അടുത്ത കാലത്തും പറയുന്നത് നമ്മൾ കേട്ടു. പെപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോൾ 40 വയസ്സായി കഴിഞ്ഞു. ബ്രസീലിൽ ജനിച്ചിട്ടുള്ളയാളാണ് പെപ്പെ. പക്ഷേ പിന്നീട് പോർച്ചുഗലിന് വേണ്ടി കളിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 134 അന്താരാഷ്ട്ര മത്സരങ്ങൾ അദ്ദേഹം അവർക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. റയൽ മാഡ്രിഡിനായിട്ട് 2007 മുതൽ 2017 വരെ നീണ്ട 10 വർഷക്കാലം കളിച്ച താരം പിന്നീട് ബെസിക്ടാസിലേക്ക് പോയിട്ട് 2019 പോർട്ടോയിലേക്ക് തിരികെ എത്തിയത്. എന്തായാലും പെപ്പെ ഒരിക്കൽ കൂടി വാർത്തകളിൽ നിറയുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.